തിരുവനന്തപുരത്ത് ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ മത്സരവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ചാല. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചാല മാർക്കറ്റ് രാഷ്ട്രീയം കൊണ്ടും വിൽപ്പന കൊണ്ടും ഒക്കെ സജീവമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചാല മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. സാരൻ സുധാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ചാല മാർക്കറ്റ്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്നും ചാല മാർക്കറ്റിലേക്ക് എത്തും. ഇവിടുത്തെ വ്യാപാരികൾക്കും രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അവർക്കും ചിലത് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തവണത്തെ ഒരു ചിത്രം എങ്ങനെയായിരിക്കും? മാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഭരണ തുടർച്ചയായിരിക്കും തിരുവനന്തപുരത്തിന്റെ? അല്ല, മാറ്റം ഉണ്ടാവണം. കാരണം അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇല്ലാതെ, കാരണം എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഓപ്പോസിഷൻ വന്നാലേ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, പ്രയോജനപ്പെടുള്ളൂ. അതെ, ഇലക്ഷൻ ഇപ്പം ഒന്നും പറയാറായിട്ടില്ല. പക്ഷെ തീപാറും പോരാട്ടമെന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ ആ പോരാട്ടമൊന്നും കാണാനില്ല. അത് ഇനി ദിവസമുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. അപ്പം പൊതുവേ നോക്കുമ്പോഴത്തേക്ക് വീട് കയറിയുള്ള പ്രവർത്തനമാണ് കൂടുതൽ. അല്ലാതെ ചാലയിൽ മൊത്തത്തിലൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതില്ല. ഞാൻ നോക്കത്തിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവേ ചാലയ്ക്കകത്ത് വീടുകളെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പം ആ രീതിക്ക് കൊള്ളാം ഒരു പ്രവർത്തനമാണ്. ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയല്ലോ. ചാലയിലെ പ്രധാനപ്പെട്ട കൊടിക്കടയിലാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപാരം എങ്ങനെയുണ്ട്. മൊത്തത്തിൽ കൊടി വ്യാപാരമാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. അപ്പം പല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ, അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് വോട്ടിംഗ് മെഷീൻ. ഇത് ഒരുപാട് ചിലവായി ഇപ്പോൾ വേണമെന്ന് ഈ സാധനം. ചിഹ്നം, അതിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ പേര്, എന്നിട്ട് എത്രാമത്തെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ രസീത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ വന്നതാണ്. ഇപ്പം ആൾക്കാർ ഒരുപാട് വാങ്ങുന്നുണ്ട്. അത് തന്നെ. ഈ അറിയാത്തവർക്ക്, ആദ്യമായിട്ട് വോട്ട് ചെയ്യണവർ, അല്ലാത്ത ഈ വയസ്സായവർ, അവർക്കൊക്കെ ഇത് ഉപകാരമാണ്. ഇത്രാമത്തെ ചിഹ്നം, ഇന്നതാണ് നമ്മളെ ചിഹ്നം, ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി, ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, ഇത്രാമത്തെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇതേപോലത്തൊക്കെ വന്നിട്ടുണ്ട് കൊടികളെ. ആ ടൈപ്പ് പോയ വർഷമൊന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം വന്നതാണ് അതൊക്കെ. പിന്നെ നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ആ നീളത്തിന് കിടക്കുന്നില്ലേ, ആ സൈഡിൽ നീളം കൂടിയതാണ് നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട്. എല്ലാ ചിഹ്നത്തിൻ്റെയും വന്നിട്ടുണ്ട്. ഇലക്ഷൻ വന്നതല്ലേ ഉള്ളൂ. അതെ അതെ അതെ, കുഴപ്പമില്ല, കച്ചവടം കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ചാലയിലെ കൊടിക്കടയെന്ന് പറഞ്ഞാൽ ഇതാണ് ഫേമസ് ആണ്. ഇവിടെ ഇടതുപക്ഷം നല്ല രീതിയിൽ കയറി വരും, വരാൻ സാധ്യത ഉണ്ട് 100%. മൊത്തത്തിൽ അതൊക്കെ ഒരു സൈഡിൽ കൂടി കിടക്കുക. അത് വിവാദം പണ്ടേ ഉള്ളതാണല്ലോ, ഇതിൻ്റെ കൂടെ ഉള്ളതാണല്ലോ വിവാദങ്ങൾ. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും, ഇതിങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും. തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷനിൽ നമ്മളെ പഴയ ആളുകൾ LDF ഉറപ്പാണ്. ആരെ മാറ്റമൊന്നുമില്ല. എന്നാലേ പിന്നെ മറ്റുള്ളവർക്കൊക്കെ നേട്ടമുള്ളൂ. ഇലക്ഷൻ ട്രിവാൻഡ്രത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വരും. അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. പിന്നെ ഇതിനെ മത്സരം ഉണ്ടാവും, പക്ഷേ കമ്മ്യൂണിസ്റ്റ് തന്നെ വരും. മാറ്റമൊന്നും ഉണ്ടാവില്ല. വേറെ ആര് വരാതിരിക്കുന്നു? തമ്മിലടിയല്ലേ എല്ലാവരും. അത് കാരണം ആരും വരാൻ ചാൻസ് ഇല്ല, അവർ തന്നെയാണ്. അതുമല്ല, പാവപ്പെട്ടവർക്ക് നേട്ടങ്ങൾ അവർ വന്നാലൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഉണ്ടല്ലോ, 5 വർഷം കൂടുമ്പം ക്ഷേമ പെൻഷൻ വരെ കൂട്ടുകയല്ല. മറ്റവർ കയറുമ്പോൾ നിർത്തുമെന്നല്ലേ പറയുന്നത്. അതൊക്കെ അവർക്ക് നഷ്ടമാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ വരുന്നത്? വരണമെന്ന് വിചാരിക്കുന്നവർ പോലും ഇത് കേൾക്കുമ്പോൾ മടുത്തു പോകും. നല്ല ഉപദേശം കിട്ടും. തീർച്ചയായും ഇല്ല. ഇതൊക്കെയാണ് ചാലയിലെ തെരഞ്ഞെടുപ്പ് ചിന്തകൾ. വളരെ സജീവമായി പ്രചാരണവും ചർച്ചകളും ഒക്കെ നടക്കുന്ന ചാല മാർക്കറ്റിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.